തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ്. മുന്നണികൾക്ക് മാത്രമല്ല, മുന്നണിയെ നയിക്കുന്ന നേതാക്കൾക്കും. UDF-ൽ വി ഡി സതീശൻ, BJP-യിൽ രാജീവ് ചന്ദ്രശേഖർ, CPM-ൽ ഒരു പരിധിവരെ പിണറായി വിജയൻ. മൂന്ന് നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അതിലൊന്നാമത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 27% വോട്ട് നേടണം എന്നാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശമാണ് താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആകെ 27%-ലേറെ വോട്ട് നേടണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം, ജയിക്കണം, ഭരിക്കണം. അതേപോലെ തൃശൂർ കോർപ്പറേഷനും അവിടെയും ഒന്ന് പയറ്റണം. കാരണം സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു തൃശൂർ കോർപ്പറേഷനിൽ. ആ മേൽക്കൈ നിലനിർത്തി കോർപ്പറേഷൻ പിടിക്കണം, ജയിക്കണം. ഈ രണ്ട് ടാസ്ക് മുന്നിലുണ്ട്. രണ്ട് കോർപ്പറേഷനുകളും 27% വോട്ടും. പിന്നീട് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭകൾ, അവിടെ ഭരണം നിലനിർത്തണം. എന്ന് വെച്ചാൽ കേരളത്തിൽ BJP വളരുകയാണ്. അതിലൂടെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയണം. അവിടെയും മുന്നോട്ട് പോകണം. ഇവിടെ പതറിയാൽ 2026-ൽ പതറും. നിയമസഭാ ഇലക്ഷനിൽ പതർച്ച സംഭവിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുന്നേറണം. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെയും ആഗ്രഹവും അവരുടെ പ്രവർത്തനവും അതുതന്നെയാണ്. എന്നാൽ BJP-ക്ക് അകത്ത് നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ പുറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രബല ഗ്രൂപ്പ് അപ്പുറം നിൽക്കുന്നുണ്ട്. BJP-യിൽ രാജീവ് ചന്ദ്രശേഖരനും രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണക്കുന്നവരുടെയും മേധാവിത്വമുണ്ട്. അത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കും എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അകമേ കാലുവാരലുണ്ടാകുമോ എന്ന ആശങ്ക രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർക്കും ഉണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നേട്ടമുണ്ടാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യമാണ്. പതറിയാൽ, വീണാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനം BJP-ക്കകത്ത് ഉയർന്നു വരും. അത് കസേര തെറിക്കുന്നത് വരെ എത്താം. സംസ്ഥാന അധ്യക്ഷന്റെ കസേര തെറിക്കുന്നത് വരെ എന്നാണ് BJP നേതാക്കൾ തന്നെ പറയുന്നത്. ഇപ്പോൾ വി ഡി സതീശനാണ്. വി ഡി സതീശനെ സംബന്ധിച്ച് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവാണല്ലോ, പ്രതിപക്ഷത്തെ നയിക്കുന്നത് വി ഡി സതീശനാണല്ലോ. അതുകൊണ്ട് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ജയമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വിജയിച്ചെടുത്തെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്, വി ഡി സതീശനും ഉള്ളത്. പക്ഷേ വി ഡി സതീശന് എതിരെയും സംസ്ഥാന കോൺഗ്രസിനകത്ത് വലിയ ചരടുവലികൾ നടക്കുന്നു. KC വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ പോകുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ രംഗത്തിറങ്ങും എന്ന തോന്നൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾ കോൺഗ്രസിനകത്തും നടക്കുന്നു. എന്ന് വെച്ചാൽ വി ഡി സതീശന് മുന്നോട്ട് പോയേ തീരൂ. ഈ തെരഞ്ഞെടുപ്പിലും വൻ നേട്ടമുണ്ടാക്കിയേ തീരൂ. എങ്കിലേ വി ഡി സതീശന്റെ കാല് നിലത്തുറപ്പിക്കാൻ കഴിയുകയുള്ളൂ, കസേര സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം, ആ ശ്രമത്തിന് ഒന്ന് അടിവരയിടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചും അതിനിർണായകമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ വി ഡി സതീശനെ മറികടക്കാൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു ഐക്യമില്ലാത്ത അവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. മറ്റൊരാൾ എല്ലാവർക്കും അറിയുന്നത് പോലെ പിണറായി വിജയൻ തന്നെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. CPIM-ന്റെ LDF-ന്റെ അനിഷേധ്യ നേതാവായി അദ്ദേഹം ഇപ്പോഴുണ്ട്. ആ സ്ഥാനം തുടരുമോ എന്ന വലിയ ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്തായാലും ചെറിയ മേൽക്കൈ LDF-നുണ്ടാകും. കാരണം താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടി CPM ആണ്, LDF ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മേൽക്കൈ സ്വാഭാവികമായും LDF-നുണ്ടാകും. ഒരു സാധാരണ മേൽക്കൈ പോരാ. കഴിഞ്ഞ തവണ ജയിച്ച ജില്ലകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, അത് ആ എണ്ണമെങ്കിലും സംരക്ഷിക്കണം. ചെറിയ പുറകോട്ട് പോക്ക് പോലും വലിയ തോതിൽ CPM-നകത്ത് ചർച്ചയാകും.
എതിരാളികൾക്ക് അത് വലിയ ധാർമ്മിക വിജയമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നിലവിലുള്ള ജില്ലകളും അതേപോലെ കോർപ്പറേഷനുകളും നഗരസഭകളും സംരക്ഷിക്കുക എന്നത് LDF-നെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അത് നടക്കുമോ എന്നതാണ് LDF നേതാക്കൾ ചോദിക്കുന്നത്. സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണ LDF അനുകൂലമായി ഒരു തരംഗം ഉണ്ടായിരുന്നു. അത്തരമൊരു തരംഗം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതേപോലെ ഒരു എതിർത്തരംഗം സർക്കാരിനെതിരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്. അതിന്റെ ആനുകൂല്യം LDF-ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതാക്കളും LDF നേതാക്കളും. അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷ CPM നേതാക്കൾക്കുമുണ്ട്, LDF നേതാക്കൾക്കുമുണ്ട്. അതൊക്കെ LDF-നെ സംബന്ധിച്ച് നേട്ടമാകും എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ പതറിയാൽ 2026 എന്ന കടമ്പ LDF-ന് വലിയ പ്രതിസന്ധിയായി മാറും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയാണ് LDF ചെയ്യുന്നത്, CPM ചെയ്യുന്നത്. ഏതായാലും മുന്നണികളെ സംബന്ധിച്ച് അതിനിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ 3 നേതാക്കളെ സംബന്ധിച്ചും അതിപ്രധാനമാവുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകാറില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. BJP-യും കൂടി കളത്തിൽ ഇറങ്ങിയതോടുകൂടി വലിയ പോരാട്ടമാണ്. ചില സ്ഥലങ്ങളിൽ കൃത്യം ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നതും ആർക്ക് ഗുണകരമാകും എന്ന ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, 3 നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് മുന്നണികളും നേതാക്കളും എല്ലാവരും രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ്.